ഇവിടെ ഈ രംഗത്ത് വിജയം കൈവരിച്ച പഞ്ചായത്തുകളുടെയും വളരെ മികച്ച തരത്തിലുള്ള ഈ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ലിൻസി വിഎസിനെയും ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ നമ്മുടെ ഈ അവസരത്തിൽ വളരെ ബഹുമാനപൂർവ്വം നമ്മുടെ ഊർജ്ജസ്വലനായ യുവ ജനപ്രതിനിധി കൂടിയായ ബ്ലോക്ക് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ലിൻസി വിഎസ് ആണ്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാനപ്പെട്ട MP KC വേണുഗോപാൽ കുറച്ചു തന്നെ വിളിച്ചിരുന്നുണ്ട്. ഇന്ന് വരുന്നത് നാളെ വരുന്നുണ്ട് ഡിസ്കഷൻ. അതുതന്നെ ഡോക്ടർ PV വിദ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ശ്രീ MN സുനിൽകുമാർ, ഡെപ്യൂട്ടി ജില്ലാ. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മിനി ഓഡിറ്റോറിയത്തിൽ അതിൽ മെഡിക്കൽ കോളേജിലെയും ആശുപത്രികളിലെയും യാത്രക്കാരികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പാടില്ലാത്തതാണ്. നല്ല ആൾക്കാരാണോ അവിടെ സീനിയോറിറ്റിയും മറ്റു കാര്യങ്ങളും നോക്കണം. സീനിയോറിറ്റി കണക്കെടുക്കണം. നമ്മളവരെ നിയമിക്കുക, അവരെ ട്രാൻസ്ഫർ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതെ നല്ല ഡോക്ടർമാർ എല്ലാ മെഡിക്കൽ കോളേജുകളിലുമായി മൊത്തത്തിൽ വിന്യസിച്ച് വളരെ മികച്ച ആരോഗ്യം കെട്ടിപ്പടുക്കാനുള്ള അവസരമാണ് ഈ 5 വർഷക്കാലം കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ആലപ്പുഴയാണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം. ഈ മെഡിക്കൽ കോളേജ് മുമ്പെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20 വർഷം മുമ്പ് അവിടെ ആലപ്പുഴ ടൗണിലെ ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അകത്തായിരുന്നു മെഡിക്കൽ കോളേജ്. അതായിരുന്നു മെഡിക്കൽ കോളേജ്. ജനറൽ ഹോസ്പിറ്റലും അത് തന്നെയായിരുന്നു. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ എന്ന പേരൊന്നും വന്നില്ല, മെഡിക്കൽ കോളേജാണ്. ഒരു സൗകര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ എത്രയോ കാലം അവിടെ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഇവിടെ 140 ഏക്കർ സ്ഥലമൊക്കെ എടുത്ത് കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഇവിടെയൊക്കെ മാറ്റാൻ തീരുമാനിക്കുകയും അത് 2007 ജനുവരി 1 അതിവിടെയൊക്കെ മാറ്റുകയും ചെയ്തു. ഈ മെഡിക്കൽ കോളേജ് അവിടെ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മെഡിക്കൽ ഷോപ്പുകാർക്ക് വരുമാനം കുറയെന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവിടെ ശ്രമിച്ചു മാറ്റാതെ വഴി. പക്ഷെ അതൊന്നും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ ബാധിച്ചില്ല. ആരോഗ്യമന്ത്രിയായിരുന്ന ശിവൻ ടീച്ചർ സ്ട്രോങ് ആയിരുന്നു. അവരെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിർത്തി. അങ്ങനെയാണ് മാറ്റിയത്. അതുകൊണ്ട് പുരോഗതി ഉണ്ടായിരുന്നു. ദേശീയപാതയ്ക്കടുത്ത് ഇത്രയും സൗകര്യത്തോടുകൂടി മെഡിക്കൽ കോളേജ് വേറെ എവിടെയില്ല. പക്ഷെ ഒരുപാട് സൗകര്യങ്ങൾക്കിടയ്ക്ക് ഒരുപാട് അസൗകര്യങ്ങൾ കിടക്കും. അതെല്ലാം കണ്ടെത്തി പരിഹരിക്കാനാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ ഞങ്ങളെല്ലാം